Good morning, all. Good morning, all. Return good morning, കേൾക്കുന്നില്ല. നമ്മള് ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടേ, കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ഇനി പഠിച്ചു തുടങ്ങാം. നമുക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സസ്. മറന്നുപോയോ? അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങള് നമ്മുടെ കഴിഞ്ഞു. നമ്മുടെ കുറച്ച് psychological testing, classification of types of psychological testing, aptitude test, achievability test, personality test ഒക്കെ നമ്മൾ കവർ ചെയ്തു. അല്ലേ? നമുക്കിനി എടുക്കാനുള്ളത് on the basis of use of test, അല്ലേ? അത് വെച്ചല്ലേ ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. കുറച്ച് ഭാഗങ്ങൾ നമ്മൾ എടുത്തതാണ്. ചാപ്റ്റർ ഏതാന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ഔട്ട് ചെയ്യാനെങ്കിൽ ചാപ്റ്റർ 3 എല്ലാവർക്കും അത് തന്നെയാണോന്ന് അറിയില്ല. അപ്പോ എന്തായാലും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കാം. കുറെ ഭാഗങ്ങളെല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പൊ നമ്മള് അവസാനം എന്താണ് നമ്മുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട അവിടെ വരേക്ക് എത്തിരിക്കുകയാണ്. നമ്മുടെ ഹ്യൂമന്റെ മനുഷ്യന്റെ അഭിഭാവശേഷിയുടെ ആവശ്യകതയും അതിന്റെ ആ ഒരു പ്രധാനത്തിനെ കുറിച്ചിട്ടൊക്കെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മള് സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിങ് ടെസ്റ്റിങ്ങിന്റെ കുറച്ച് കാര്യം കൂടി ഒരു ചെറിയൊരു പോർഷനെ കൂടെ നമുക്ക് പറഞ്ഞു നൽകാറുണ്ട്. അല്ലെ? ഇവിടെ നിന്നല്ലേ നമുക്ക് തുടങ്ങേണ്ടത്? ആരെങ്കിലും ഒന്ന് പറയാമോ? ആണോ അല്ലേ എന്നറിയാനാണ്. ആർക്കും ഓർമ്മയില്ലേ എവിടെ വരെയാണ് നിർത്തിയേക്കണേന്ന്? പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അപ്പൊ നമ്മള് പുറത്ത് പോയിട്ട് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ വഴിയാണ്. അതില് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് റിപ്പീറ്റ് ചെയ്ത് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പൊ അത് ആ ഭാഗങ്ങൾ എന്തായാലും നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാല് സെലക്ഷനും ക്ലാസിഫിക്കേഷൻ ടെസ്റ്റും കഴിഞ്ഞിട്ട് പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ അപ്പൊ ഇവിടെ നമ്മള് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നു. ആ ഭാഗമൊക്കെ കട്ട് ചെയ്തു. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഡിസിഷനിൽ നോക്കാം. ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് assigning a person to different type of work rather than evidently different types of work. ഇതുവരെ നമ്മൾ എന്താണ് ഓരോ ടെസ്റ്റുകൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തി ആ ഒരു മനുഷ്യന്റെ വിഭവശേഷിയെ എന്താണ് വ്യക്തി കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്ന് നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ചില തരത്തിലുള്ള ടെസ്റ്റിങ്ങുകൾക്ക് വിധേയമാകും. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ജോബ്, ആ ജോബിന് പറ്റാവുന്ന ഒരു പേഴ്സൺ ആണോ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ സെലക്ട് ചെയ്തിരിക്കുന്ന പേഴ്സൺ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് സെലക്ഷൻ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ നമ്മൾ കണ്ടായിരുന്ന ഒരുപാട് അസൈൻമെന്റ്സുകൾ അല്ലെ, അത് അവർക്ക് കൊടുത്തിട്ട് ഏത് അസൈൻമെന്റ് ആണ് അവർ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത്. നമുക്കറിയാം ഒരേ കോഴ്സ് പഠിച്ച ഒരേ വ്യത്യസ്ത ഹോസ്പിറ്റലിലേക്ക് ആവുമ്പോൾ നഴ്സിംഗ് എന്ന ഫീൽഡിലേക്ക് വരുമ്പോൾ അപ്പൊ വ്യത്യസ്ത മേഖലകളിൽ ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഡ്യൂട്ടിക്ക് ഏറ്റവും നല്ല അനുയോജ്യനായ വ്യക്തി ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാകും. അപ്പൊ വ്യത്യസ്ത അസൈൻമെന്റുകളൊക്കെ കൊടുക്കുമ്പോൾ ചില അസൈൻമെന്റുകൾ അവർ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് മനസ്സിലാക്കിയെടുക്കുമ്പോൾ അത്തരത്തിലുള്ള ഡ്യൂട്ടി അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ഒരുപാട് ഒന്നിച്ച് എന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇൻഡിവിജ്വൽ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇൻഡിവിജ്വലി ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ഒരു മേഖലയിലേക്കുള്ള തൊഴിൽ കൊടുക്കുന്നു. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ
ഇതിലെന്താ പറയുന്നത്? ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് assigning a person to different level of work rather than evidently different types of work. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കുന്ന വ്യത്യസ്തമായ വ്യത്യസ്തമായിട്ട് ഒരു പേഴ്സണ് വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് കൊടുക്കുന്നതിൽ തന്നെ വ്യത്യസ്തമായിട്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ് ഒരു വർക്കുകൾ. അപ്പൊ ആ വർക്കുകൾ എത്രത്തോളം കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എങ്കിൽ അത് നന്നായിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ വ്യക്തിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ആ ഒരു ഡ്യൂട്ടി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ടെസ്റ്റിംഗ് കാര്യമാണ്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഈസ് ടെസ്റ്റ് ഇൻ വിച്ച് എ സിംഗിൾ ഇൻഡിവിജ്വൽ ഈസ് ടെസ്റ്റഡ് അറ്റ് എ ടൈം. ഇതില് പ്ലേസ്മെന്റ് ടെസ്റ്റ് പറഞ്ഞ മാതിരി തന്നെ നമ്മൾ പ്ലേസിലേക്ക് നമ്മൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു സിംഗിൾ പേഴ്സൺ കൊടുക്കുമ്പോൾ ആ വ്യക്തി എങ്ങനെ ചെയ്യുന്നു, അതേമാതിരി തന്നെ ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോൾ ആ ഗ്രൂപ്പില് പല പല വ്യക്തികൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അതില് ഓരോ വ്യക്തിയും എന്താണ് അവര് ചെയ്യുന്ന രീതി, അതായത് ആ വ്യക്തിക്ക് ഏത് കാര്യത്തിലാണ് കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷെ ലീഡർഷിപ്പ് കാര്യങ്ങൾ വേണ്ടാട്ട പഠിക്കാനായിരിക്കും, അതല്ലെങ്കിൽ ചില അല്ലെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിൽ നല്ല സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വർക്കാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു പക്ഷെ ആ വ്യക്തി അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അങ്ങനെ ഗ്രൂപ്പായിട്ട് കൊടുക്കുമ്പോഴും അവരിൽ നിന്ന് ഓരോ വ്യക്തികളെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇൻഡിവിജ്വൽ ഓരോ ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടും വർക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കാം, ഒപ്പം തന്നെ ഗ്രൂപ്പായിട്ടും ഈ വർക്കുകൾ ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് വ്യക്തികളെ ചൂസ് ചെയ്തെടുക്കുന്നതാണ്. Individual or group test. Individual test is the test in which a single individual is tested at a time and also observe his behavior carefully throughout the testing period. നമുക്കറിയാം ഹോസ്പിറ്റലിലെ ഒരു ഡ്യൂട്ടിയിലൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു പെരുമാറ്റ രീതിയും കൂടി അല്ലെ, നമുക്ക് കുറച്ച് കഴിവുകൾ മാത്രം പോരാ, പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു രീതിയും കൂടി മനസ്സിലാക്കിയിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ ആണെങ്കിലും നമുക്കറിയാം അത് അക്യുറേറ്റ് ആയിട്ട് അല്ലെ ഓരോ ഡോക്ടേഴ്സ് ചെയ്യുന്നതിനെ നോക്കി നിന്ന് തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതേമാതിരി തന്നെ എന്ത് കാര്യങ്ങളും ചിലപ്പോ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇതായിട്ടുള്ള പേഷ്യൻസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ, ഭയങ്കര നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഡിസ്റ്റർബിൾ ആയിട്ടുള്ള പേഴ്സൺസ് അവരുടെ പെയിൻ കൊണ്ടോ മറ്റേതെങ്കിലും രീതിയിൽ കൊണ്ടോ മെന്റലി ഡിസോർഡർ ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എന്താണ് അത്തരത്തിലൊരു ക്ഷമയും വിദ്യാഭ്യാസവും അതേമാതിരി തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കരുത്തുമുള്ള പേഴ്സൺസിനെ ആ ഒരു ഡ്യൂട്ടികളൊക്കെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഗ്രൂപ്പായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇൻഡിവിജ്വൽ ആയിട്ടും ഓരോ വർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടും അവർ നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് ഓൾസോ ഒബ്സർവ് ഹിസ് ബിഹേവിയർ കെയർഫുള്ളി ത്രൂ ഔട്ട് ദ ടെസ്റ്റിംഗ് പീരിയഡ്. Group tests are normally done in a format which enable individual to record his own response and can be simultaneously given to a number of individuals without any special need of observing their behavior. അപ്പോൾ ആ ഒരു വർക്ക് ഏൽപ്പിച്ചെടുക്കുന്ന അതോടൊപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി വെച്ചാൽ അറ്റ് ദ സെയിം ടൈം തന്നെ അവരുടെ ബിഹേവിയർ കൂടി ആ വ്യക്തികളെ അല്ലെ ആ ടെസ്റ്റിങ്ങിന് ലീഡർഷിപ്പ് വഹിക്കുന്ന വ്യക്തികളെ മനസ്സിലാക്കിയെടുക്കും. അപ്പൊ ഈ വ്യക്തി ചെയ്യുന്ന ആ രീതികളൊപ്പം തന്നെ അവർക്ക് ബിഹേവിയർ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എങ്കിൽ അതനുസരിച്ചിട്ടുള്ള ആ ഒരു ഡ്യൂട്ടിയിലേക്ക് അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ടെസ്റ്റുകളുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്. കറക്റ്റ് ആയിട്ടുള്ള ജോലിക്ക് അല്ലെ കറക്റ്റ് ആയിട്ടുള്ള പേഴ്സണെ നിയോഗിക്കേണ്ടതുണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ക്വാളിഫിക്കേഷനുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും, പക്ഷെ വ്യത്യസ്ത മേഖലകളിലുള്ള ഡ്യൂട്ടികളായിരിക്കും ഇവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ അതിനെ കറക്റ്റ് പേഴ്സണെ നിയോഗിക്കണമില്ല. അവർക്ക് അതിനോട് താല്പര്യമുള്ള ഒരു ഡ്യൂട്ടിയാണെങ്കിൽ മാത്രമേ നല്ല മാക്സിമം വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പൊ കറക്റ്റ് പേഴ്സണെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വിധങ്ങളാണ് പറയുന്നത് സെലക്ഷൻ ടെസ്റ്റ്, ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഓക്കെ, ആദ്യത്തേത് നമ്മൾ കണ്ടു കറക്റ്റ് പേഴ്സണെ നിയോഗിക്കണം എന്നുള്ളതാണ് സെലക്ഷൻ ടെസ്റ്റിന്റെ. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് നമ്മൾ കണ്ടു കുറച്ച് അസൈൻമെന്റ്സ് അല്ലെ. പിന്നെ പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ പേഴ്സണെ വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ കൊടുത്തിട്ട് ആ വർക്കില് ഈ വ്യക്തിക്ക് എത്രത്തോളം നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ചില വർക്കുകൾ നന്നായിട്ട് ചെയ്യുന്നത് കാണാം, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ജോലി വാഗ്ദാനം ചെയ്യുന്നു.
then ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റിൽ നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു. ഗ്രൂപ്പ് ടെസ്റ്റില് മൊത്തത്തില് ഗ്രൂപ്പുകൾക്ക് മൊത്തത്തില് ഒരു വർക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ചില നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ രീതിയിലേക്ക് ആ വ്യക്തികളെ നിയന്ത്രിതരാക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ടെസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ഒന്നുകൂടി പറയാമോ ചോദിക്കുന്നുണ്ട്. എന്താണ് നമ്മള് ഫസ്റ്റ് ഗ്യാപ്പ് വന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് ഇതാവാത്തത്. എന്തായാലും ഇതിലേക്ക് വരാം. നമ്മള് സെലക്ഷൻ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് നമ്മൾ ഓരോ വ്യക്തികളെ ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നത്. കുറെ അപ്പോയിന്റ്മെന്റുകൾ ചെയ്യുമ്പോൾ ഒരു ജോലിക്ക് അനുയോജ്യമായ പേഴ്സണെ അപ്പോയിന്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അപ്പൊ അതിലേക്ക് പഠിച്ച നഴ്സുമാരെന്നുള്ള ഒരു അതേ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള വ്യത്യസ്ത വ്യക്തികളുണ്ടാകും. ക്വാളിഫിക്കേഷൻ ഒക്കെ ഓക്കെ ആയിരിക്കും. പക്ഷെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അതിനോട് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് എന്താണ് എംപ്ലോയർക്ക് തൊഴിലുടമയ്ക്ക് അത് മാനേജ്മെന്റിന് കൃത്യമായിട്ട് നിർണ്ണയിക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേതാണ് ഈ വ്യക്തികളെ എല്ലാവരെയും ഓരോ ടെസ്റ്റ് കാര്യങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് ആ ഇൻഡിവിജ്വലി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ഏതാണെന്ന് കണ്ടെത്താനൊക്കെ നമുക്കറിയാലോ. ലേബർ റൂമുണ്ട്, കാഷ്വാലിറ്റി ഉണ്ട്, നമ്മുടെ ഓരോ വാർഡുകളുണ്ട്. അങ്ങനെ ഓരോ മേഖലകളിലേക്കും ഡ്യൂട്ടികൾ ഇടാനായിട്ട് നഴ്സും എന്നുള്ള ഒരു ലേബൽ വെച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ അവർക്ക് ഏറ്റവും ഇൻട്രസ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ചിലത് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുള്ളത് മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൺ ദ ബേസിസ് ഓഫ് ടെസ്റ്റുകൾക്ക് വിധേയമാകുന്നു. On the basis of the use of which the tests are put, they may be categorized into 3 broad categories. മൂന്ന് കാറ്റഗറീസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്ക് വിധേയമാകുന്നത്. ഒന്ന് സെലക്ഷൻ ടെസ്റ്റ്. സെലക്ഷൻ ടെസ്റ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എംപ്ലോയർ ചിലപ്പോൾ ഈ ഒരു രീതി അപ്ലൈ ചെയ്തിട്ടായിരിക്കും പേഴ്സൺസിന് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത്. എന്താണ് സെലക്ഷൻ ടെസ്റ്റിൽ അവർ ചെയ്യുന്നത്? കറക്റ്റ് കാൻഡിഡേറ്റിന് പർട്ടിക്കുലർ ജോബിലേക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അവര് ഇങ്ങനെ എന്ത് രീതിയിലാണ് ടെസ്റ്റിംഗ് കാര്യങ്ങൾ നടത്തണേന്ന് പറയുന്നില്ല. അവര് ടെസ്റ്റിംഗ് കാര്യങ്ങൾ കറക്റ്റ് പേഴ്സൺസിന് കറക്റ്റ് ജോലിക്ക് അവർ അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയും. ദെൻ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിന്റെ മാനേജ്മെന്റ് ചെയ്യുന്നത് under such a test special consideration are given to decide on which of the several possible assignments a person will be able to do his best. അതായത് വ്യത്യസ്ത തരത്തിലുള്ള കുറെ അസൈൻമെന്റ്സ് കൊടുക്കുന്നു. അതിൽ ഏറ്റവും നന്നായിട്ട് അസൈൻമെന്റ് ചെയ്തത് അത് ഏത് ഫീൽഡിലുള്ള വർക്കിനാണോ അതനുസരിച്ചിട്ട് കൺസിഡർ ചെയ്തിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി തേർഡ് വൺ പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ. അതിൽ പ്രധാനമായിട്ടും ഈ ടെസ്റ്റുകൾ കാര്യങ്ങൾ നടത്തുന്നത് മാനേജ്മെന്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാര്യം ഇറ്റ് ഈസ് കൺസിഡർഡ് വിത്ത് അസൈനിങ് എ പേഴ്സൺ ടു ഡിഫറെന്റ് ലെവൽസ് ഓഫ് വർക്ക്. പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷനില് ഇവിടെ അറിയാം ഫോർത്ത് പോയിന്റ് നോക്കണ്ട, കാരണം ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് ഈ തേർഡ് പോയിന്റ്. അതുകൊണ്ട് ആ തേർഡ് പോയിന്റ് കട്ട് ചെയ്ത് കളഞ്ഞേര് ഫോർത്ത് പോയിന്റ് ഇവിടെ നോക്കിയാൽ മതി. ഓക്കെ, പ്ലേസ്മെന്റ് ഓർ ഡിസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് assigning a person to different levels of work rather than evidently different type of work. അതായത് നമ്മൾക്ക് തെളിവായിട്ട് നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ഓരോ പേഴ്സൺസ്. എന്നിട്ട് അതിൽ നിന്ന് വ്യക്തിയെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന വ്യക്തി ആരാണോ അത്തരത്തിലുള്ള വ്യക്തികളെ കണ്ടുപിടിച്ചിട്ട് അപ്പോയിന്റ്മെന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി വീണ്ടും എന്താണ് വേറൊരു ടെസ്റ്റിംഗ് മെത്തേഡ് ഉണ്ട്, ഇൻഡിവിജ്വൽ ഓരോ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ഓരോ ഗ്രൂപ്പ് ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ടെസ്റ്റ് ഇസ് എ ടെസ്റ്റ് in which a single individual is tested at a time and also observed his behavior carefully throughout the testing period. അതായത് ഒരു പേഴ്സൺ വ്യക്തിപരമായിട്ട് ഒരു പേഴ്സണെ തന്നെ കൊണ്ടുവന്നിട്ട് അവർക്കൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്.
ആ ഡ്യൂട്ടി അവര് കൃത്യസമയത്തിന് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച മാനേജ്മെന്റ് ഉദ്ദേശിച്ച രീതിയിൽ തന്നെ അവരുടെ പെരുമാറ്റ രീതിയൊക്കെ കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ് ഈ വ്യക്തിക്ക് കൊടുക്കുന്നത്. ഇനി വീണ്ടും എന്താണ് ഗ്രൂപ്പ് ടെസ്റ്റ്. ഗ്രൂപ്പ് ടെസ്റ്റിൽ എന്താ പറയുന്നത്? ഗ്രൂപ്പ് ടെസ്റ്റ് ആണ് നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ് which enable individual to record his own response and can be simultaneously given to a number of individuals without any special need of observing their behavior. അതായത് ഗ്രൂപ്പ് ടെസ്റ്റിൽ എന്താണ് പ്രധാനമായിട്ടും ഓരോ ഇൻഡിവിജ്വലുകൾ അല്ലെ വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സൺസ് ആണ് അവര് വർക്ക് ചെയ്യുന്നത്. which enable individual to record his own response. അതായത് സ്വന്തം ഉത്തരവാദിത്വം അല്ലെ അത് എങ്ങനെയാണ് അവര് ചെയ്യണേന്ന് റെക്കോർഡ് ചെയ്യുകയാണ്. Then അതിനോടൊപ്പം തന്നെ can be simultaneously given to a number of individuals without any special need of observing their behavior. അതോടൊപ്പം തന്നെ simultaneously അതോടൊപ്പം തന്നെ അവർ എന്തുകൂടി ചെയ്യുന്നുണ്ട്? അവരുടെ പെരുമാറ്റ രീതി ആ ഒരു ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർ കാണിക്കുന്ന ധൃതി പടപടപ്പ് നമുക്കറിയാം. ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു കൃത്യതയും അല്ലെ ഇതെല്ലാം വേണം. അല്ലെങ്കിൽ മരുന്ന് എന്താണ് ഇഞ്ചക്ഷൻ മാറി കുത്തിയാലും കറക്റ്റ് അല്ലെ എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പൊ അതിനൊന്നും ഒരു തിക്കും തിരക്കും ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. എന്നാൽ സാവകാശത്തോടുകൂടി ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന് കൃത്യമായ സമയത്തിന് കൃത്യമായിട്ടുള്ള ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവർ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നന്നായി ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിലുള്ള ബിഹേവിയറോട് കൂടി നല്ല ഒരു പെരുമാറ്റ രീതിയോട് കൂടിയാണ് അത്തരത്തിലുള്ള ഡ്യൂട്ടികളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം ഈ മാനേജ്മെന്റ് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ടുള്ള വർക്കുകൾ ഏൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് നമ്മള് കുറച്ച് നാളത്തെ ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ എല്ലാവരും എന്താണ് ഹ്യൂമൻ റിസോഴ്സ് അല്ലെ മനുഷ്യന്റെ വിഭവശേഷിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ഇനി അതിന്റെ ഇന്റർവ്യൂസ് നിങ്ങൾ എല്ലാവരും തന്നെ എന്തെങ്കിലും ഇന്റർവ്യൂയിലൊക്കെ പങ്കെടുത്തവരായിരിക്കും. ഇന്റർവ്യൂകളെ കുറിച്ചിട്ടുള്ള കാര്യമാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. എന്താണ് ഇന്റർവ്യൂ? ഇസ് എ ഫോർമൽ മീറ്റിംഗ് വേർ വൺ ഓർ മോർ പേഴ്സൺ ക്വസ്റ്റ്യൻ ഓർ അസസ് അനദർ പേഴ്സൺ. അതായത് ഒരു പേഴ്സണെ അല്ലെ ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പേഴ്സൺസ് ഒന്നിച്ചു കൂടി ഒരു പാനലൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോ ഇന്റർവ്യൂ ചെയ്യുന്നത്. ആ വ്യക്തിയെ ഒരു പേഴ്സൺസിനെ വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഇന്റർവ്യൂവില് നടത്തുന്നത്. നോക്കാം, ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് സെലക്ഷൻ ടൂൾ ഈസ് പ്രോബബിലി ദ ഇന്റർവ്യൂ. ഇന്റർവ്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അല്ലെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്. നമുക്കറിയാം സെലക്ഷൻ ഓരോ എന്താണ് ഓരോ ആപ്ലിക്കേഷൻസും നമ്മൾ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് ഒരുപാട് പേരുണ്ടെങ്കിൽ ഇന്റർവ്യൂ നടത്തിയിട്ടാണ് സെലക്ഷൻ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കുന്നത്. പണ്ടേ മുതലുള്ള ഒരു രീതിയാണ്. ഇതുമാതിരി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിച്ച് അവരുടെ അസൈൻമെന്റ് ഏൽപ്പിച്ച് അങ്ങനെയല്ല അല്ലെ ചിലപ്പോഴൊക്കെ സെലക്ഷൻ നടത്താറ്. പണ്ടേ രീതിയുള്ള ഒരു രീതിയാണ് ഇന്റർവ്യൂ നടത്തി ഓരോ പേഴ്സൺസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. The most widely used selection tool ആണ് probably the interview. It is a most complex selection technique since its scope consists of measuring all the relevant characteristics and integrating and classifying all other information about the applicant. അപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ടല്ലേ പല ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന പല മോഡലുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താഴെ ഡിസ്കസ് ചെയ്ത് പഠിക്കാനുണ്ട്. അപ്പൊ ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ഒക്കെ വരുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്നത് പ്രധാനമായിട്ടും ഓരോ പേഴ്സൺ അല്ലെ ഒരു സെലക്ട് ചെയ്തിരിക്കുന്ന പേഴ്സൺ ആപ്ലിക്കേഷൻ നമ്മൾ വെച്ചിട്ട് അവരെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന പേഴ്സന്റെ എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് അവരുടെ ചിലപ്പോ നമുക്കറിയാം ക്വാളിഫിക്കേഷൻ മാത്രമല്ല അല്ലെ ഒരു ജോലി എന്തിലേക്ക് പ്രാപ്തരാക്കുന്നത് അവർക്കുള്ള ചില ക്വാളിറ്റിയും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. ചിലപ്പോ ജന്മന കുറച്ച് കഴിവുകൾ ഉണ്ടാവും, ചിലപ്പോ തൊഴിലിനോട് എന്തെങ്കിലും മമത ഉണ്ടാവും. അതൊക്കെ നന്നായിട്ട് തന്നെ മനസ്സിലാക്കി എടുത്തിട്ട് വേണം അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പറയാണ് ഇറ്റ് ഈസ് എ കോംപ്ലക്സ് സെലക്ഷൻ ടെക്നിക്ക് and since its scope consists of measuring all the relevant characteristics. അതായത് എല്ലാ തരത്തിലുള്ള സവിശേഷതയും വെച്ചുകൊണ്ട് അതിന്റെ ആ ഒരു ഇൻഡിവിജ്വലിന്റെ എല്ലാ സവിശേഷതകളും അറിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ടെക്നിക്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോംപ്ലക്സ് സെലക്ഷൻ രീതിയാണ് ഇപ്പോഴത്തെ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. And integrating and classifying all other information about the applicant. ആപ്ലിക്കേഷന്റെ അതായത് ആ ഇന്റർവ്യൂ വിധേയമാകുന്ന വ്യക്തിയുടെ
എല്ലാ തരത്തിലുള്ള വിവരങ്ങളും അത് തരംതിരിച്ച് തന്നെ അത് ഉൾക്കൊള്ളിച്ച് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പല ടെക്നിക്കുകളും നിറഞ്ഞിരിക്കുന്ന ഇന്റർവ്യൂകളാണ് ഇപ്പോഴത്തെ രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്ന ഇന്റർവ്യൂസ് എന്ന് പറയുന്നത്. Interview is defined as a selection technique which enables the employer to view the accountable. അതായത് എംപ്ലോയർ സാധാരണയായിട്ട് എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് കൂടിയാണ്, അതായത് ഒരു ടെക്നിക്കാണ്, എന്ത് സെലക്ഷൻ ടെക്നിക്കാണ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ ആൻഡ് ഡയറക്ട്ലി അപ്രൈസ് ഹിം ആൻഡ് ഹിസ് ബിഹേവിയർ. അത് ഓരോ വ്യക്തികളെ ഓരോ ഡയറക്റ്റ് ആയിട്ട് ഓക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ആൻസർ പറയുമ്പോൾ നമുക്കറിയാം അവരെ സെലക്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വലി ആയിട്ട് അവർക്ക് ഒരു പുകഴ്ത്തി കൊടുക്കുകയും അവരുടെ സ്വഭാവ രീതികളെല്ലാം മനസ്സിലാക്കി എടുക്കുന്ന ഒരു രീതി കൂടിയാണ് എന്ന് പറയുന്നത്. An interview attempt to secure a maximum amount of information from the candidate concerning his suitability for the job under consideration. അതായത് ഇന്റർവ്യൂല് പ്രധാനമായിട്ടും എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇന്റർവ്യൂ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഉദ്ദേശിച്ചിരിക്കുന്ന ജോലിക്ക് അല്ലെ അതിൽ അനുയോജ്യമായ പേഴ്സൺ ആണോ ഈ കാൻഡിഡേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂ നടത്തുന്ന അവര് മാക്സിമം ഇൻഫർമേഷൻസ് വിവരങ്ങളെല്ലാം ഈ കാൻഡിഡേറ്റിൽ നിന്ന് ചോദിച്ചറിയും. അതായത് എങ്ങനെയെങ്കിലും അവരിൽ നിന്ന് മനസ്സിലാക്കി എടുക്കും എന്നുള്ളതാണ്. ഇന്റർവ്യൂ അറ്റൻഡ്സ് ടു secure maximum amount of information from the candidate concerning his suitability. അത് അനുയോജ്യമാണോ for the job under consideration. തരുന്ന ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് അനുയോജ്യമായ വ്യക്തിയാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇന്റർവ്യൂവിൽ നടക്കുന്ന പ്രവർത്തനം. നോക്കാം, ഇതാണ് ഇന്റർവ്യൂ നമുക്ക്. കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്താന്നുള്ള ഇന്റർവ്യൂ എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്തോട്ടെ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാമോ? പിന്നെ റെസ്പോണ്ട് ചെയ്യാതിരുന്ന എന്റെ വിചാരം നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണ്. ആരെങ്കിലൊക്കെ ഓക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണ് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസിൽ നോക്കാം. ഇന്റർവ്യൂ എന്താന്നുള്ളത് എല്ലാവർക്കും അല്ലെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്ത് തരത്തിലുള്ള ഇന്റർവ്യൂസ് ഉണ്ടെന്നുള്ളതാണ്. Pattern or structured interview, non-directive free interview, depth or action interview, group or discussion interview, panel or board interview, stress interview. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഇന്റർവ്യൂസ് ആണോ ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇതിന്റെ ആ ഒരു ഇന്റർവ്യൂവിന്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം. ഓരോ ഇന്റർവ്യൂ എന്താണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂവിൽ എന്താ പറയുന്നത്, സച്ച് ഇന്റർവ്യൂസ് ആർ ഓൾസോ കോൾഡ് സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂസ്. മറ്റൊരു പേരിൽ അറിയപ്പെടുന്നതാണ് പ്രധാനമായിട്ടും സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ് പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ബിക്കോസ് ദേ ആർ pre-planned to a high degree of accuracy and precision. അതായത് ഇതിനൊരു നല്ല കൃത്യതയുണ്ട്. കാരണം നേരത്തെ കൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസിലുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടാവും എത്ര ഇതല്ലേ ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ പറയുന്ന പേഴ്സൺസിനെയാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് എന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയാണ് എന്താ പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനൊരു പ്രീ പ്ലാൻഡ് സ്ട്രക്ചർ ഉണ്ടാവും. ഏതൊക്കെ ചോദിക്കണം, എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, ഈ ചോദ്യങ്ങൾക്ക് ഇന്ത്യയിലെ ആൻസറുകൾ പറയുന്ന വ്യക്തികൾക്കാണ് നമ്മൾ എന്താണ് ജോലി വാഗ്ദാനം ചെയ്യുന്നത് എന്ന് നേരത്തെ കൂട്ടി ഒരു തയ്യാറാക്കിയിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂ. ഇതിൽ എന്താ പറയുന്നത്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സ്ട്രക്ചർ ആൻഡ് ഈസ് റിലേറ്റീവ്ലി നോട്ട് പ്ലാൻഡ് ആസ് ടു ഫോർമാറ്റ്. അതായത് ഇതിന് നേരത്തെ കൂടി ഒരു സ്ട്രക്ചർ ഒന്നുമില്ല, ഒരു ഘടനയൊന്നുമില്ല, നേരത്തെ കൂട്ടി തയ്യാറാക്കിയിട്ടില്ല. അതിന്റെ ഒരു ഫോർമാറ്റ് എന്താണെന്നുള്ളതൊന്നും നേരത്തെ കൂട്ടി ഒന്നും തയ്യാറാക്കിയിട്ടില്ല. ഇൻ സച്ച് ആൻ ഇന്റർവ്യൂ the applicant is asked some very general questions and he may reply to these in any way he likes for a considerable length of time.
അതായത് എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു പക്ഷെ നിലവിലുള്ള ഇപ്പോഴത്തെ ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്താ ഇന്റർവ്യൂവിന് വരുന്ന കാൻഡിഡേറ്റ്സിനോട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു. അവര് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഇവർ ഉദ്ദേശിക്കുന്ന ആൻസേഴ്സ് പറഞ്ഞു തരുന്നുണ്ട് എങ്കിൽ അത് യോഗ്യനായ വ്യക്തിയാണെന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയാണ് നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂവിൽ നടക്കുന്നത്. ഓക്കെ, നോൺ ഡയറക്റ്റീവ് ഫ്രീ ഇന്റർവ്യൂവിൽ എന്താ പറയുന്നത്, അതിന് നേരത്തെ കൂടി ഒരു സ്ട്രക്ചർ ഇല്ല, പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ജനറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുന്നു. ആ ചോദിക്കുന്നതിനനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ അവര് ആ ആൻസർ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ he may reply these in any way he likes. അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും രീതിയിൽ ആ കാൻഡിഡേറ്റ് ആൻസർ പറയാം ഫോർ എ കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം. അതായത് ഇത്ര സമയത്തിനുള്ളിൽ അവർക്ക് അത് മനസ്സിലാക്കി തരാം. അപ്പൊ നമുക്കറിയാം ചില ആശയങ്ങൾ പങ്കുവെക്കുമ്പോൾ അറിയാവുന്ന വ്യക്തികളാണെങ്കിൽ എന്താണ് ആ ആശയത്തില് കൃത്യമായിട്ടുള്ള മറുപടി കൃത്യസമയത്തിനുള്ളിൽ പറയും അല്ലെ. അറിയാൻ പാടില്ലാത്ത ഒരു ആശയമാണ് പറയുന്നതെങ്കിൽ അത് ഇഷ്ടം കൂടി നീട്ടി വലിച്ച് എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല, അപ്പൊ നീട്ടി വലിച്ച് ഇങ്ങനെ പറയാനായിട്ട് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ തന്നെ ഇന്റർവ്യൂ ബോർഡിന് മനസ്സിലാവും ഈ വ്യക്തിക്ക് അതിനുള്ള നോളജുകളെല്ലാം കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ രണ്ട് ഇന്റർവ്യൂ പറഞ്ഞു, പാറ്റേൺ ഓർ സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, നോൺ ഡയറക്റ്റ് ഫ്രീ ഇന്റർവ്യൂ. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. ഇതിലെന്താ പറയുന്നത്, ഇറ്റ് ഈസ് സെമി സ്ട്രക്ചേർഡ് ഇൻ നേച്ചർ ആൻഡ് യൂസസ്. ഇതൊരു വിഭാഗം നേരത്തെ കൂട്ടി തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. Typical subjects discussed at such interviews consist of the candidates for life, education, previous experience, aptitude, entertaining interest and hobbies. അതായത് നമ്മളൊരു ഇന്റർവ്യൂ അല്ലെ നേരത്തെ കൂടി ഒരു ചെറിയൊരു സ്ട്രക്ചർ ഉണ്ടാവുമ്പോൾ എന്താണ് അതിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും ഇവർക്ക് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോഴെന്താണ് ഇവരിൽ നിന്ന് കിട്ടുന്ന ഈ ആൻസറിൽ നിന്ന് ഇവരുടെ ഈ ഒരു ഓരോ ഇന്റർവ്യൂക്ക് വിധേയമാകുന്ന വ്യക്തികൾ പറയുന്ന കാൻഡിഡേറ്റ്സ് പറയുന്ന ആ ഒരു രീതിയിൽ നിന്നും അവരുടെ ഹോം ലൈഫ് അല്ലെ അവരുടെ ജീവിത രീതി, കാഴ്ചപ്പാടുകൾ, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസുകൾ, അതായത് അവർക്കുള്ള വിദ്യാഭ്യാസം, നേരത്തെ കൂടിയുള്ള ആ ഒരു പരിശീലനങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എന്തൊക്കെയാണ്, അവരുടെ രീതികൾ എന്താണ്, എന്റർടൈനിങ് ഇൻഡസ്ട്രികൾ, അവരുടെ എന്താണ് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് എന്തെങ്കിലും എന്റർടൈൻമെന്റ് കാര്യങ്ങൾ ഉണ്ടായെങ്കിൽ ചില നമുക്കറിയാട്ടെ ചില ടീച്ചിങ് അല്ലെങ്കിൽ ചില എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഫിസിക്കൽ ആയിട്ടുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവര്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണോ എന്ന്, അല്ലെങ്കിൽ അവരുടെ ഹോബീസ് എന്തെങ്കിലും കളക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്. അപ്പൊ അവര് അതിൽ നിന്നും കുറച്ച് ആ വ്യക്തിയെ കുറിച്ചിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും, കുറച്ച് നോളജ് ഉള്ളതാണ്, ഈ ഒരു ജോലിക്ക് അനുയോജ്യമായ പേഴ്സണാണ്, ഈ ഒരു ജോലിക്ക് അനുയോജ്യമായ കാര്യങ്ങളാണ് ഇവരിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പേഴ്സൺ ഈ ജോലിക്ക് അനുയോജ്യമാണ് എന്ന് തീരുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂവിൽ പ്രധാനമായിട്ടും പറയുന്നത് സെമി സ്ട്രക്ചേർഡ് ആണ്. നേരത്തെ കൂട്ടി കുറച്ച് ഭാഗങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതേസമയം പാറ്റേൺ ഇന്റർവ്യൂവിൽ പറയുന്ന മാത്രമേ ഫുൾ സ്ട്രക്ചേർഡ് അല്ല. നേരത്തെ കൂട്ടി പ്രീ പ്ലാൻഡ് ക്വസ്റ്റ്യൻസ് മാത്രമല്ല ഇത് ചോദിക്കുന്നത്. നമുക്ക് അറിയുന്നതനുസരിച്ച് ചിലപ്പോൾ ഡിസ്കഷൻ ചെയ്യുന്നതനുസരിച്ച് ചിലപ്പോൾ പുതിയ പുതിയ ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കും. അപ്പൊ എന്താണ് കാൻഡിഡേറ്റ്സ് അവരുടെ ആശയങ്ങളെല്ലാം പങ്കുവയ്ക്കുമ്പോൾ അവരുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ്, അവരുടെ പ്രിഫറൻസ്, അല്ലെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം വെളിപ്പെടുത്തു വരും. അപ്പൊ ഇവര് ഓക്കെ അനുയോജ്യമായി ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള പേഴ്സൺ ആണെന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയുള്ളതനുസരിച്ചിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന രീതിയാണ് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ പറയുന്നത്. ഇനി ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ, ഇതിലെന്താ പറയുന്നത്, ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. ഗ്രൂപ്പ് സ്ഥാനി ഇൻഡിവിജ്വൽ ആണ് ഇന്റർവ്യൂ. നിങ്ങൾ ഇതിന്റെ ആശയമില്ലാത്ത ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ ടൈപ്പില് പറയുന്നത് എന്താണ്, ഗ്രൂപ്പ് താൻ ഇൻഡിവിജ്വൽ ആണ് ഇന്റർവ്യൂ. അപ്പൊ ഒരുപാട് പേര് അത് ഇന്റർവ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു രീതികളാണെങ്കിൽ ഈ ടൈപ്പില് എന്താണ് അവര് ഒരുപാട് ആൻസേഴ്സ്, നമ്മള് ഓരോ ഇൻഡിവിജ്വൽസിനും ഒരുപാട് ആൻസേഴ്സുകൾ ഉണ്ടാവും. അതനുസരിച്ച് ഓരോ വ്യത്യസ്ത പേഴ്സൺസിൽ നിന്നും ആശയങ്ങൾ വരുമ്പോഴെന്താണ് ഓക്കെ നല്ലൊരു ആൻസർ പറഞ്ഞ പേഴ്സൺ ഏതാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ആ വ്യക്തികളെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ. അപ്പൊ നമുക്കറിയാം എന്തെങ്കിലും ഒരു സബ്ജക്ട് ഒരു ഡിസ്കഷൻ ടോപ്പിക് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോഴെന്താണ് പലരും പല ആശയങ്ങൾ പങ്കുവയ്ക്കും. ഏറ്റവും നല്ല ആശയം പങ്കുവയ്ക്കാനായിട്ട് സമയത്ത് തന്നെ
അത് നല്ല അറിവുള്ള വ്യക്തികൾക്കായിരിക്കും നല്ലൊരു ആശയം സമാധാനിക്കാനായിട്ടൊക്കെ സാധിക്കുന്നത്. അപ്പൊ അവരെ സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ബിഫോർ ഡിസ്കഷൻ ഇന്റർവ്യൂ നടക്കുന്നത്. ഇനി നെക്സ്റ്റ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. എന്താണ് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്? In this type of interview, a candidate is interviewed by a number of interviewers. ഒരു പേഴ്സൺ അല്ല ഇന്റർവ്യൂ ചെയ്യുന്നത്, വ്യത്യസ്ത തരത്തിലുള്ള പേഴ്സൺസ് അല്ലെ. അപ്പൊ ഇന്റർവ്യൂ ബോർഡ് വന്നു കഴിയുമ്പോൾ എന്താണ് നമുക്കറിയാം അല്ലെ, ഒരുപാട് പേര് ചോദിക്കുമ്പോൾ എല്ലാവർക്കും അവർ ഉദ്ദേശിക്കുന്ന ആൻസറിലേക്ക് ഈ കാൻഡിഡേറ്റ് ആൻസർ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടാവും. അപ്പൊ വലിയ പ്രോബ്ലം ഒന്നുമില്ലാതെ ആര് ചോദിക്കുന്നതിന് നല്ല കൃത്യമായിട്ടുള്ള മറുപടി സമയത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ യോഗ്യനായ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കി അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇന്റർവ്യൂ. ഇൻ ദ സ്ട്രെസ് ഇന്റർവ്യൂ, സ്ട്രെസ് ഇന്റർവ്യൂവിൽ എന്താ പറയുന്നത്? സ്ട്രെസ് ഇന്റർവ്യൂ, the interviewer undertakes an unfriendly role toward the applicant. അതായത് സ്ട്രെസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഒരു ഭാരം ഏൽപ്പിച്ചു കൊടുക്കുക, ഒരു സ്ട്രെസ് അവർക്ക് എന്തെങ്കിലും നല്ല ഫ്രണ്ട്ലിയുള്ള അറ്റ്മോസ്ഫിയർ അല്ലാതെ തന്നെ ആ ഒരു ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് എന്താണ് അവർക്ക് സ്ട്രെസ്സോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. He deliberately puts him on defensive by trying to annoy, embarrass or frustrate him. അതായത് നമുക്ക് അല്ലെ കൃത്യമായിട്ട് തന്നെ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ ആൻസറുകൾ പറയാൻ പറ്റാത്ത ഒരു രീതി അല്ലെ, പ്രതികരിക്കാൻ പറ്റാത്ത ഒരു രീതി, അല്ലെങ്കിൽ നമ്മളറിയാം എന്തെങ്കിലും ചോദിക്കുന്നതിന് പകരം എന്താണ് ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നല്ല വളരെ തയ്യാറെടുത്തൊക്കെ വരുന്ന സമയത്തായിരിക്കും നമ്മളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പുഷ് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാം അല്ലെ, സ്വീകരിക്കാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഈ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് ഉണ്ടാവില്ല. ചിലരെല്ലാം അതിനെ ക്ഷമയോടുകൂടി സ്വീകരിച്ച് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ പോകും. അപ്പൊ ആ ഒരു സ്ട്രെസ് കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്, അതല്ലെങ്കിൽ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് അല്ലെ എന്തെങ്കിലും നിരാശ വരുന്നുണ്ടോ, അതും തരണം ചെയ്യാനായിട്ട് വ്യക്തികൾക്ക് പറ്റുന്നുണ്ടോ? നമുക്കറിയാം ഹോസ്പിറ്റലിലെ ചില ഇതുകളല്ലേ, മോർച്ചറിയിൽ നിൽക്കുന്ന പേഴ്സൺസ് അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിൽ പെട്ടെന്ന് വരുന്ന കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വരുന്ന വ്യക്തികൾ, അതൊക്കെ ചിലപ്പോൾ ഇച്ചിരി കൂടി ബോൾഡായിട്ടുള്ള വ്യക്തികൾക്ക് അതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ സ്ട്രെസ് പോലെയുള്ള ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കറിയാം ചില വ്യക്തികൾക്കൊക്കെ എല്ലാത്തിനും ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ മോർച്ചറിയിലൊക്കെ നിന്ന് വർക്ക് ചെയ്യാൻ പറയുന്നത് അവർക്ക് അത് യോഗ്യമായിട്ടൊന്നും വന്നെന്ന് വരില്ല. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ഈ ഇന്റർവ്യൂ നടത്തുമ്പോൾ കുറച്ച് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് യോഗ്യമായ പേഴ്സൺ ആണോ എന്ന് സെലക്ട് ചെയ്യുന്ന രീതിയാണ് സ്ട്രെസ് ഇന്റർവ്യൂവിൽ പറയുന്നത്. എന്താണ് ഇത് സ്ട്രെസ് ഇന്റർവ്യൂ? ദ ഇന്റർവ്യൂവർ undertakes an unfriendly role toward the applicant. He deliberately puts him on the defensive by trying to annoy, embarrass to frustrate him. This is done in order to find out how a candidate behaves in a stress situation, whether he loses his temper, gets confused or frightened. പേടിച്ചു പോവുകയോ കൺഫ്യൂഷൻ അല്ലെ എന്ത് ചെയ്യേണ്ടത് പരിഭ്രമിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ടെമ്പർ അല്ലെ കോപം വരികയോ അങ്ങനെ എന്താണ് അവർക്ക് ഉളവാക്കിയിരിക്കുന്ന ബിഹേവിയർ അത് മനസ്സിലാക്കിയിട്ട് അവര് കുഴപ്പമില്ല ഈ ഒരു പൊസിഷനിൽ അവർക്ക് യോഗ്യമായ വ്യക്തി തന്നെയാണ് എന്ന് സെലക്ട് ചെയ്യുന്ന വ്യക്തിയാണ് സ്ട്രെസ് ഇന്റർവ്യൂ. ഓക്കെ, അപ്പോ ഇത് ഇത്തരത്തിലുള്ള കുറച്ച് ടൈപ്സ് ഓഫ് ഇന്റർവ്യൂസ് ആണുള്ളത്. വായിച്ചു നോക്കാം. Pattern or structured interview എന്ന് പറയുന്നത് such interviews are also called standardized interviews. അതായത് അതിന് ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇങ്ങനെ നേരത്തെ കൂടി പാരല് ചിലപ്പോൾ അവരുടെ അക്കാദമിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുകൊണ്ട് ഇന്റർവ്യൂവർ അതായത് ഇന്റർവ്യൂ നടത്തുന്ന വ്യക്തി അവര് ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന കാൻഡിഡേറ്റ്സിനെ കുറിച്ച് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇന്ന ആൻസേഴ്സ് ആയിരിക്കും പറയണമെങ്കിൽ കൃത്യമായിട്ടുള്ള ആൻസർ പറയുന്നുണ്ടെങ്കിൽ അവർ ഓക്കെ ചെയ്യണം. അവർ ഉദ്ദേശിച്ച ചോദ്യത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ആൻസർ തരുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ സെലക്ഷൻ കമ്മിറ്റി അവരെ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കുള്ളൂ. അപ്പൊ ഇതിൽ അതാണ് പാറ്റേൺ ഓർ സ്ട്രക്ചർഡ് ഇന്റർവ്യൂ പറയുന്നത്. Such interviews are called standardized interviews.
because they are pre-planned to high degree of accuracy. അത് കൃത്യതയോട് കൂടിയിട്ട് അവരെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടാവും ചോദ്യങ്ങളെല്ലാം. അതിന്റെ ആൻസേഴ്സും അവര് നേരത്തെ കൂടി നോട്ടിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ആൻസറുകൾ പറയുന്നത് അത് കൃത്യമതയോടുകൂടി പറയുന്ന വ്യക്തികളെ അവരെ സെലക്ട് ചെയ്യുന്ന രീതിയാണ് പാറ്റേൺ സ്ട്രക്ചർ ചെയ്തത്. പ്രിസിഷനിലും തന്നെയാണ്, കൃത്യത എന്ന് പറയുന്നത് തന്നെയാണ്. അക്രോസി പോലെ തന്നെ അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്, കൃത്യത തന്നെയാണ്. ഇനി എന്തെങ്കിലും ഒക്കെയാണോ? ഇവിടെ കുറച്ച് ഇതുകളുണ്ട്, വേദികള് അല്ലെ, നമുക്ക് നിരാശപ്പെടുത്തുക, ഫ്രസ്ട്രേറ്റ് എന്ന് പറയുന്നത് നിരാശപ്പെടുത്തുന്നുണ്ടോ, പ്രതികരിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള വേർഡ് മീനിങ് അല്ലെ. കുറച്ച് കിട്ടാത്ത കുറച്ച് വേദികളൊക്കെ ഉണ്ടായിരുന്നു നോക്കാം. കൺഫ്യൂഷൻ വരുന്നുണ്ടോ അല്ലെങ്കിൽ പേടി വരുന്നുണ്ടോ എന്നുള്ളതെല്ലാം സ്ട്രെസ് കൊടുക്കുമ്പോൾ അത് നോട്ടിഫൈ ചെയ്തിട്ട് അവരെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രൊമോഷൻ. അത് നമ്മൾ എപ്പോഴും ഗവൺമെന്റ് എംപ്ലോയീസിൽ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. എവിടെയും ഇതിലെല്ലാം ജോലി സാധ്യതയുള്ള ഇതിലെല്ലാം പ്രൊമോഷൻ വരുന്നത് നമ്മൾ പഠിച്ചതാണ്. നിലവിലുള്ള ജോലി വേക്കൻസികൾ വരുമ്പോൾ നിലവിലുള്ള വേക്കൻസികൾ അവിടെയുള്ള ജീവനക്കാരെ കൊണ്ട് തന്നെ പ്രൊമോഷൻ ഒക്കെ നടത്തിയിട്ട് നികത്താൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കിയതിനു ശേഷമാണ് വീണ്ടും ആപ്ലിക്കേഷൻസ് താഴെക്കിടയിലുള്ള ജീവനക്കാരുടെ ക്ഷണിക്കുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അല്ലെ. നമ്മൾ മിക്കവാറും ഗവൺമെന്റ് ജോലികളിലും അങ്ങനെ തന്നെയാണ് അല്ലെ. എൻഡി ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വിളിക്കുക. പിന്നെ അവർക്ക് കയറ്റം കയറ്റി അല്ലെ, ഡ്യൂട്ടി ക്ലർക്കും ഹെഡ് ക്ലർക്കും ഒക്കെ ആയിട്ട് അവർ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൊതുവെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് വിളിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്, താഴെയുള്ള സബോർഡിനേറ്റിന്റെ ആ ഒരു പൊസിഷനിലാണ് എപ്പോഴും അപ്ലിക്കേഷൻസ് ക്ഷണിക്കുന്നത്. അപ്പൊ പ്രൊമോഷൻ എന്നുള്ളത് എന്താണ്, ഇത്തരത്തിലുള്ള ജോലി അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ അവരുടെ ആ ഒരു അർഹമായ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ബേസ് ചെയ്തിട്ട് അവർക്ക് നേരെ മുകളിലുള്ള പോസ്റ്റുകൾക്ക് അർഹതയുണ്ടോ എങ്കിൽ അവർക്ക് ആ പൊസിഷനിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എന്താണെന്ന് നോക്കാം. എ പ്രൊമോഷൻ മീൻസ് ട്രാൻസ്ഫർ ഓഫ് ആൻ എംപ്ലോയി ടു എ ജോബ് which pays more money for one that carries some preferred status. അതായത് നമുക്കറിയാം ചിലപ്പോ കുറച്ച് മണി കൂട്ടി കൊടുക്കുന്നുണ്ടാവും, ശമ്പളത്തിൽ ചെറിയ വേരിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, വർധനവുണ്ടാവും. അതോടൊപ്പം തന്നെ എന്താണ് അവർക്ക് സ്റ്റാറ്റസ്, പ്രധാനമായിട്ടും ചിലപ്പോ എന്താ പറയാ ഒരുപാട് ഇയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പക്ഷേ ശമ്പളം കൂട്ടി കൊടുക്കണമെന്നില്ല ബാക്ക് വെച്ച് നോക്കുമ്പോഴൊക്കെ. പക്ഷെ അവർക്ക് എന്താണ് പൊസിഷൻ സ്റ്റാറ്റസ് വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രൊമോഷൻ നടത്തുമ്പോൾ മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സ്റ്റാറ്റസ്. അവരുടെ സ്റ്റാറ്റസ് മാറിയിരിക്കും. അതായത് താഴെയുള്ള പോസ്റ്റിൽ നിന്നും മേലെയുള്ള പോസ്റ്റിലേക്ക് കിട്ടുമ്പോൾ അവരുടെ ആ ഒരു ലീഗലായിട്ട് എന്താണ് അവരുടെ ഡിഗ്നിറ്റി, അവരുടെ ആ ഒരു നിലനിൽപ്പിന്റെ ആ സ്റ്റാറ്റസ് മാറിയിരിക്കും. അത് എന്തായാലും കയറ്റം വരുമ്പോൾ ആ ഒരു സ്റ്റാറ്റസിന്റെ ലെവല് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. The normal policy is to take merit into consideration, sometimes length of service. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അവരുടെ ക്വാളിഫിക്കേഷൻ മെറിറ്റ് വെച്ചിട്ടാണ് പ്രൊമോഷൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ എന്താണ് സർവീസ് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ആ ഒരു സർവീസും കൂടെ കൺസിഡർ ചെയ്തിട്ട് പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊമോഷൻ നടത്തുന്നത്. എന്താണ് പിന്നെ പറയുന്നത്, sometimes length of service, education, training courses completed, previous work history, etc. are factors which are given weight while deciding on a promotion. ഒരു പ്രൊമോഷൻ നിർണ്ണയിക്കുമ്പോൾ കുറെ വെയിറ്റേജ് മാർക്കുകൾ ഉണ്ടാവും അല്ലെ. ആ വെയിറ്റേജ് മാർക്കുകൾ കിട്ടുന്നത് എങ്ങനെയാണ്, ഒരേപോലെയുള്ള പേഴ്സൺസിന് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കുറച്ച് പ്രൊമോഷൻ സാധ്യത അല്ലെ. ഒരു 10 പേര് ഒരേ ലെവലിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന്
5 പോസ്റ്റ് നേരെയുള്ള സ്റ്റാറ്റസ് കയറുന്ന രീതിയിലുള്ള പ്രൊമോഷൻ ഉണ്ടായെങ്കിൽ ഇവരെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 10 പേരിൽ നിന്ന് 5 പേര് അവരുടെ ഓരോരുത്തരുടെയും ക്വാളിഫിക്കേഷൻ നോക്കും, അവരുടെ സർവീസിങ് ടൈം നോക്കും, ട്രെയിനിങ് കോഴ്സുകൾ ചില ട്രെയിനിങ് കോഴ്സുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കും, പ്രീവിയസ് വർക്ക് അതിൽ എന്തൊക്കെ തരത്തിലുള്ള വലിയ എക്സ്പീരിയൻസ് അല്ലെ ഭയങ്കര താമസിച്ചു കൂടിയ വർക്കുകളൊക്കെ എത്രത്തോളം ചെയ്തിട്ടുണ്ടോ നോക്കും. അങ്ങനെ മൊത്തത്തില് അവരുടെ ഹിസ്റ്ററീസ് എടുത്തു നോക്കിയിട്ടാണ് അതിൽ നിന്ന് ഏറ്റവും മേലെ എന്താ ചെയ്യുന്ന വ്യക്തികൾക്ക് അവർ 5 പേരെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് പ്രൊമോഷന് വിധേയമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പറയുന്നത് പ്രീവിയസ് എന്താണ് സംടൈംസ് ലെങ്ത് ഓഫ് സർവീസസ് കുറെ കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് എന്താണ് അവരുടെ സർവീസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, എഡ്യൂക്കേഷൻ കൺസിഡർ ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ട്, പ്രീവിയസ് വർക്ക് ഹിസ്റ്ററീസ് ഇതെല്ലാം ഫാക്ടേഴ്സ് ആണ് എന്ത് പ്രൊമോഷനിൽ ഉള്ള ഘടകങ്ങളാണ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ പോലെ തന്നെ വേറൊരു ടൈമാണ് ഡിമോഷൻ ഉള്ളത്. എന്താണ് ഡിമോഷൻ? പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡിമോഷൻ പറയുന്നത് അതിന്റെ ഒരു നേരെ ഓപ്പോസിറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഡിമോഷൻ നടക്കുക? ആളെ ഏൽപ്പിച്ചിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെ? ഓരോ വ്യക്തികൾക്കും ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ടാവും, അത് കൃത്യതയോടുകൂടി നിർവഹിക്കുന്നില്ല എങ്കിൽ ഇരിക്കുന്ന ചെയറിൽ നിന്ന് താഴേക്ക് അല്ലെ? അവര് മാനേജ്മെന്റ് എന്തായിരിക്കും കൃത്യമായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഒന്നും നിർവഹിക്കുന്നില്ല എങ്കിൽ ആ പോസ്റ്റിലേക്ക് വേറെ വ്യക്തികളെ കൊണ്ടിട്ട് ഉള്ള പോസ്റ്റിനെ താഴേക്ക് താഴ്ത്താനുള്ള സാധ്യത. അതാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസിന്റെ ആ ഒരു നിലനിൽപ്പിന്റെ ആ ഒരു ഇത് ലീഗൽ ആയിട്ടുള്ള സ്റ്റാറ്റസിൽ നിന്നും താഴേക്ക് നിയമപരമായിട്ടുള്ള സ്റ്റാറ്റസിൽ നിന്നും താഴേക്ക് കൊണ്ടുവരുന്നതാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ എംപ്ലോയി, അത് എന്താണ് മൊത്തത്തിൽ ചിലപ്പോൾ സാലറിയിൽ വേരിയേഷൻ ഉണ്ടാവും, അതേപോലെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ ചിലപ്പോൾ കുറവ് തന്നെയായിരിക്കും. കാരണം നേരത്തെയുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് താഴേക്ക് കൊണ്ടിരിക്കുക. അപ്പൊ അതനുസരിച്ചുള്ള ഉത്തരവാദിത്തം കുറവ് തന്നെയായിരിക്കും. Demotion serves a useful purpose in the sense that they keep the employees vigilant and alive to their responsibilities and duties. ഡിമോഷൻ എന്നതുകൊണ്ട് പ്രധാനമായിട്ടുള്ള കാര്യം എന്താണ്? അവരവരുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്യാനായിട്ട് വിജിലന്റ് ആയിട്ട് ഒരു ശ്രദ്ധ, ഒരു എപ്പോഴും ശ്രദ്ധ തോന്നിയിരിക്കും. നമ്മുടെ ഡ്യൂട്ടി നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് അവരെപ്പോഴും ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും ഓരോ തൊഴിലാളികൾക്കും ഉണ്ടായിരിക്കും. ഇനി മറ്റൊരു ടൈമാണ് ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കണ്ടു, പ്രൊമോഷൻ കണ്ടു, ഡിമോഷൻ എന്താണെന്ന് കണ്ടു. ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് a transfer is a horizontal or lateral movement of an employee from one section, department or position to another at the same or another place where his salary, status and responsibilities are the same. അതായത് ട്രാൻസ്ഫർ നടത്തുക എന്ന് പറയുന്നത് പ്രൊമോഷനോ ഡിമോഷനോ അല്ല. അപ്പൊ നമുക്ക് മനസ്സിലാവാം എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റം വരുത്തുന്നു. പക്ഷെ ചിലപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പ്ലേസിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ എന്താണ് അകലങ്ങളിലേക്ക് അതേ ഇതിനുള്ള മറ്റു ഫീൽഡുകളിലേക്കൊക്കെ ട്രാൻസ്ഫർ വരാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത അനുസരിച്ചിട്ട് എന്താണ് ഇതില് പേയ്മെന്റുകൾക്ക് വേരിയേഷൻ വരുന്നില്ല അല്ലെ? പേയ്മെന്റ് ഒക്കെ സെയിം തന്നെയാണ്, പക്ഷെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് സെയിം ഡ്യൂട്ടിക്ക് തന്നെയാണ് വരുന്നത്, വ്യത്യസ്ത തലത്തിലേക്ക് ചേഞ്ച് ചെയ്തു എന്ന് വരും. സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആർ ദ സെയിം. It generally does not consist of a promotion, demotion, or a change in job status, other than movement from one job or a place to another. അതായത് മറ്റൊരു പ്ലേസിലേക്ക് മാറ്റം വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ട്രാൻസ്ഫേഴ്സ് ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി കണ്ടിഷൻ. ചിലപ്പോഴൊക്കെ അല്ലെ ഒരേ ഇത് തന്നെയായിരിക്കും, ചിലപ്പോൾ ടൗണിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് ടൗണിലേക്കും ഒക്കെ നമുക്ക് ട്രാൻസ്ഫർ ഓഫർ വരാം. അതായത് ചിലർക്ക് എന്താണ് അതൊക്കെ ഒരു ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെ നമ്മള് മെയിൻ ആയിട്ടുള്ള പ്ലേസിലേക്കൊക്കെ മെയിൻ സെന്ററിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവർക്ക് ഇച്ചിരി കൂടി കോൺഫിഡൻസ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യം ഉണ്ടാകും. കാരണം ഇച്ചിരി കൂടി അവരെ പരിഗണിക്കുകയാണ്. അതേമാതിരി തന്നെ ചിലപ്പോൾ ആണെങ്കിൽ എന്താണ് താഴേക്ക് രണ്ടിലേക്ക് ട്രാൻസ്ഫർ അല്ലെ നന്നായിട്ട് തന്നെ വർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഡിമോഷൻ പോലെ എന്താണ് താഴേക്ക് കീഴിലുള്ള ഏതെങ്കിലും മൂലക്കുള്ള ഏതെങ്കിലും ഓഫീസിലേക്കൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ഓർഡർ വരാം. അപ്പൊ അത് ഡിമോഷൻ പോലെ തന്നെ ഇവരെ വർക്കിനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ്. അവർക്ക് അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി കൂടി എന്താണ് ഇനിഷ്യേറ്റീവ് ആയിട്ട് മുൻകൈ എടുത്തുകൊണ്ട് അവരുടെ ഡ്യൂട്ടി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അപ്പൊ ആ ട്രാൻസ്ഫർ എന്ന് പറയുന്നതും ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് ചിലപ്പോൾ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും,
ഒരുപക്ഷെ ചിലപ്പോൾ അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരിക്കാം. എനിവേ ഇത്തരത്തിലുള്ള ടേംസ് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊമോഷൻ എന്താണ്, ഡിമോഷൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണ്. ഇനി ഒരു പോയിന്റ് കൂടിയുണ്ട്, സെപ്പറേഷൻസ്. വായിച്ചു നോക്കാം അതുവരേക്കുള്ളത്. അപ്പോ വായിച്ചിരുന്നോ? ഡൗട്ടുകളുണ്ടോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ? എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ നമുക്ക് ഇനി സെപ്പറേഷൻ ആണ് നോക്കാനുള്ളത്. സെപ്പറേഷൻ എന്നുള്ളത് അതായത് എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഡിമോഷൻ ഒക്കെ കണ്ടായിരുന്നു. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെപ്പറേഷൻ മീൻസ് ദ ടെർമിനേഷൻ ഓഫ് എ സർവീസ് ഓർ അഗ്രിമെന്റ് വിത്ത് ദ ഓർഗനൈസേഷൻ ഫോർ സം റീസൺസ്. അതായത് നമ്മൾ ആദ്യം നിന്ന് വിട്ടുപോകുന്നു അല്ലെ, വിരമിച്ചു പോകുക. എന്താണ് നമ്മളുടെ ഏജ് ഓവർ ആവുമ്പോൾ വിരമിച്ചു പോകുക. അതല്ലാതെ നമ്മൾ ചിലപ്പോഴാണെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. The employee may be separated from the payroll of an organization because of employee. പൊതുവെ ഇത്തരത്തിലുള്ള സെപ്പറേഷൻ വരുന്നത് താഴെ പറയുന്ന രീതിയിലൊക്കെയാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് resignation may be put in voluntary by the employee on account of health, physical disability, better opportunities elsewhere, reasons of marriage, etc. അതായത് ചിലപ്പോഴൊക്കെ നമ്മൾ ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് ഉള്ള സാധ്യത പ്രധാനമായിട്ടും നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിച്ചത് വരില്ല. അതേമാതിരി തന്നെ ഫിസിക്കൽ ഡിസബിലിറ്റി, നമ്മുടെ എന്താണ് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോഴും അല്ലെ, അത് ജോലി ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോഴും ഇതേമാതിരി തന്നെ ജോലി മുന്നോട്ട് പോകുമ്പോൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽസ്വെയർ. നമുക്കറിയാം നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ നല്ലൊരു ജോലി വാഗ്ദാനം ചെയ്യുകയാണ് അല്ലെ, നല്ലൊരു ജോലി കിട്ടുമ്പോൾ എന്താണോ വാഗ്ദാനം ജോലിയിൽ നിന്ന് കിട്ടുമ്പോൾ. അതോടൊപ്പം തന്നെ റീസൺസ് ഓഫ് മാരേജ് എക്സെട്ര, നമ്മുടെ പേഴ്സണലി ആയിട്ടുള്ള ചില മാറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. കുട്ടികളെ ഇപ്പൊ നമുക്കറിയാം കുട്ടികളെ വളർന്ന് വലുതായി കഴിയുമ്പോഴേക്കും അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പാരന്റ്സ് ഇതിലേക്ക് എത്തിച്ചെത്തും. അതുവരെയുള്ള പാരന്റ്സ് കേസ് അറിയുമ്പോൾ ഒരു മാരേജ് ഒക്കെ സംഭവിക്കുമ്പോൾ അവരുടെ മാരേജ് ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ അല്ലെ ഹസ്ബൻഡിന്റെ ഒരുപാട് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ അപ്പൊ അങ്ങനെ വ്യത്യസ്ത രീതിയിലെല്ലാം ജോലിയിൽ നിന്ന് വിട്ടുപോകാനായിട്ടുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത് ഡിസ്ചാർജ് ആൻഡ് ഡിസ്മസൽ. അതായത് ഇതിലെന്താ പറയുന്നത്, ഡിസ്ചാർജ് ഇൻവോൾവ്സ് എ പെർമനന്റ് ടെർമിനേഷൻ ഓഫ് ആൻ എംപ്ലോയി ഫ്രം ദ പേറോൾ ബിക്കോസ് ഓഫ് വയലേഷൻ ഓഫ് റൂൾസ് ഓർ ഫോർ ഇൻസഫിഷ്യന്റ് പെർഫോമൻസ്. അതായത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഡ്യൂട്ടി അത് സഫീഷ്യന്റ് ആയിട്ട് നല്ല സംതൃപ്തമായിട്ട് ചെയ്യാതെ കംപ്ലീറ്റ് ആക്കാതെ അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യും. ചിലപ്പോൾ ക്യാഷ് ഒക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ മിസ്യൂസ് ഒക്കെ ചെയ്ത് പോവുകയാണ് എങ്കിൽ എന്താണ് അവര് ഡിസ്ചാർജ് അല്ലെങ്കിൽ ഡിസ്മിസ് അത് ആ ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് മാനേജ്മെന്റ് ഒക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതെന്താണ് കൃത്യമായിട്ടുള്ള ഡ്യൂട്ടി നിർവഹിക്കാത്തത് കൊണ്ട് ബിക്കോസ് ഓഫ് എ വയലേഷൻ ഓഫ് റൂൾസ് അല്ലെ, എന്തെങ്കിലും നിയമ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാലിക്കാതെ വരുമ്പോൾ അതല്ലെങ്കിൽ ഇൻസഫിഷ്യന്റ് പെർഫോമൻസ് അവരുടെ ഡ്യൂട്ടി നല്ല രീതിയിലല്ലാതെ പെർഫോം ചെയ്യാതെ വരുമ്പോഴെല്ലാം എന്താണ് ഈ ഇതിൽ നിന്ന് ജോലിയിൽ നിന്ന് വിട്ടുപോകേണ്ടതാണ്. സസ്പെൻഷൻ എന്താ പറയുന്നത്, സസ്പെൻഷൻ refers to an human resource related action in which the employee is terminated from work for a specific period of time, usually without a pay as a form for disciplinary actions. അതായത് അവരുടെ അച്ചടക്കരാഹിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഉള്ള വ്യക്തികളുടെ ഡ്യൂട്ടി കറക്റ്റൊക്കെ ആയിട്ട് ചെയ്യാതെ വരുമ്പോൾ എന്താണ് സസ്പെൻഷൻ ഓർഡർ കൊടുക്കണേ, ഒരു ഇത്ര നാളത്തേക്ക് നിങ്ങൾക്ക്
ഡ്യൂട്ടി ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സാലറി നിങ്ങൾ തരില്ല എന്നുള്ള രീതിയിൽ 3-6 മാസത്തേക്ക് സസ്പെൻഷൻ കിട്ടും. അങ്ങനെ വരുമ്പോൾ എന്താണ് അതിനുശേഷം അവർ ഡ്യൂട്ടിക്ക് വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിൽ എന്താണ് ഒരു സെപ്പറേഷൻ അത് തൊഴിലിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യത. ലേ ഓഫിൽ എന്താ പറയുന്നത്? It refers to an indefinite termination of the employee from the payroll owing to factors which cannot be controlled by the employer. The purpose of a layoff is to resolve the financial burden on an organization and human resources cannot be utilized in a proper manner. അതായത് നമുക്കറിയാം ഇപ്പൊക്കെ മാനേജർ എന്ന് പറയുന്ന പേഴ്സൺസ് ഒന്നും നേരിട്ട് പറഞ്ഞ ഡ്യൂട്ടികളൊന്നും ചെയ്യാനായിട്ട് പറ്റാത്ത വ്യക്തികളൊക്കെ ആയിരിക്കും. അപ്പൊ അവരൊക്കെ ചിലപ്പോഴാണെങ്കിൽ അവിടെയുള്ള തൊഴിലാളികൾ വിശ്വസ്തരാണെന്ന് പറയുന്നവരെ ചിലപ്പോഴാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നുണ്ടാവില്ല. അവര് അങ്ങനെ വരുമ്പോഴെന്താണ് ഒരു പക്ഷെ കൂടുതൽ എംപ്ലോയീസിനൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് നിയമിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ വരുമ്പോഴേ എംപ്ലോയർക്ക് മനസ്സിലാവും ഇതിന്റെ ഒന്നും ആവശ്യകതയില്ല, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഇത്ര പെർസെന്റ് ആവശ്യകതയുള്ളൂ, കുറച്ചു പേരായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു, അവർക്കൊക്കെ വെറുതെ ബേർഡൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്നുള്ളത് മാനേജ്മെന്റ് കണ്ടെത്തുകയും അതനുസരിച്ചിട്ടുള്ള നടപടികൾ ചെയ്യുകയും ചെയ്യുന്നതാണ് ലേ ഓഫിൽ പറയുന്നത്. ഒന്നുകൂടി പറയാം, ലേ ഓഫ് ഇറ്റ് റെഫേഴ്സ് ടു ആൻ indefinite termination of the employee from the payroll owing to factors which cannot be controlled by the employer. അതായത് നമ്മള് എംപ്ലോയറുടെ കൺട്രോളിങ്ങിലല്ല ഡ്യൂട്ടികളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ എന്താണ് അവിടെ കൃത്യമായിട്ട് തന്നെ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം വിചാരിച്ച രീതിയിലൊന്നും നടന്നു പോയെന്ന് വരില്ല. അങ്ങനെ വ്യത്യസ്ത ഫാക്ടേഴ്സുകളുണ്ടാവില്ലേ, നേരത്തെ ചിലപ്പോൾ ഒരു വരാത്ത ജീവനക്കാരുണ്ടാവാം, ചെയ്തിരിക്കുന്ന ജോലി വളരെ റിലാക്സ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടാവും, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. The purpose of a layoff is to resolve the financial burden. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യം കുറെ അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിട്ട് ഫിനാൻഷ്യൽ ബർഡൻ ആവുക എന്നുള്ള രീതിയിലേക്ക് എത്തുന്നുണ്ട്, ആ സ്ഥാപനം എത്തുന്നുണ്ട് എങ്കിൽ എന്താണ് ആ വെൻ ഹ്യൂമൻ റിസോഴ്സസ് ക്യാനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഇൻ എ പ്രോപ്പർ വേ. നന്നായിട്ട് തന്നെ ആ ഒരു ഹ്യൂമന്റെ വിഭവശേഷി ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എംപ്ലോയർ ചിലപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്ന വരും. അവര് ചിലപ്പോൾ ജീവനക്കാരെ നമ്മള് ഡിസ്മിസ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡൗട്ട് അങ്ങനെ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? പറയാം. സെപ്പറേഷൻ മീൻസ് ഇതാണോ ഉദ്ദേശിച്ചത്? സെപ്പറേഷൻ മീൻസ് ടെർമിനേഷൻ ഓഫ് എ സർവീസ് ഓർ agreement with the organization for some reasons. സെപ്പറേഷൻ എന്ന് പറയുന്നത് അതാണോ ഉദ്ദേശിച്ചത്? Resignation. Resignation may be put involuntarily by the employee on account of health, physical disability, better opportunities, etc., results of marriage, etc. Resignation എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു ടേം എന്ന് പറയുന്നത് രാജിവെക്കുക എന്നുള്ളതല്ലേ. റെസിഗ്നേഷൻ കൊടുക്കുന്നത് രാജിവെച്ച് പോകാനായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സ്വമേധയാണ് ഉടനടി നമ്മൾ രാജിവെച്ച് പോകാം. എന്താണ് ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇനിയും സർവീസ് കഴിയാനായിട്ട് സമയം ഉണ്ടാവാതിരിക്കാം. പക്ഷെ സ്വമേധയ അവര് രാജിവെച്ച് പോകുന്നതിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് വരാം. ചിലപ്പോൾ ചിലർക്ക് ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നത്, ഇപ്പൊ ഫിസിക്കൽ ഡിസബിലിറ്റി ചില ആക്സിഡന്റും കാര്യങ്ങളൊക്കെ പറ്റിയപ്പോൾ ചിലപ്പോൾ
അവർക്ക് എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസോ അങ്ങനെയെങ്കിലും നമുക്കറിയാം എപ്പോഴും ആദ്യം ജനിക്കുമ്പോൾ മുതൽ ചിലപ്പോൾ കുട്ടികളാവണമെന്നില്ല എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ വരുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടാവും. അതേമാതിരി ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് എൽസ്വെയർ മറ്റെവിടേക്കെങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുകയാണെങ്കിൽ ഇതിനേക്കാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിനേക്കാൾ നല്ല ഒരു എന്താണ് ക്യാഷ് പേയ്മെന്റും അതോടൊപ്പം മറ്റേതെങ്കിലും ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഉണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം എന്താണ് വോളണ്ടറി റിസൈൻ ചെയ്യും, റെസിഗ്നേഷൻ നടക്കും അല്ലെ, രാജിവെച്ച് അവര് മറ്റു സ്ഥലത്തേക്ക് ജോലി തേടി പോകാറുണ്ട്. റീസൺ ഓഫ് മാരേജ് ഇത് മറ്റൊരു റീസൺ ആണ്. മാരേജ് കഴിക്കപ്പെട്ട് ചിലപ്പോൾ ആ ഒരു നമ്മൾ ഉദ്ദേശിച്ചെടുക്കുന്ന സ്ഥലത്തിലേക്ക് ജോലി ചെയ്തു പോകാനായിട്ട് പറ്റാത്ത അവസ്ഥ വരാം. ചിലപ്പോൾ ഒരുപാട് ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്താണ് പിന്നീട് കുട്ടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജോലി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴുള്ള സാഹചര്യങ്ങളൊക്കെ ആവുമ്പോൾ വോളണ്ടറി റിസൈൻ ചെയ്ത് ജോലിയിൽ നിന്ന് രാജിവെച്ച് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകും. ഡിമോഷൻ എന്ന് പറയുമ്പോൾ നമ്മള് പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ ഓർത്താൽ മതി. ഒരു ജോലി ഏൽപ്പിച്ചിട്ട് അത് നല്ല ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് അവിടെ തൊഴിലാളികൾ ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് എംപ്ലോയർ തൊഴിലുടമ എന്ത് ചെയ്യും, അവരെ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആ നല്ലൊരു പോസ്റ്റിൽ നിന്ന് താഴേക്കുള്ള പോസ്റ്റിലേക്ക് അവരെ പോസ്റ്റ് ചെയ്യും. അപ്പൊ നമ്മളൊരിപ്പോ നല്ല പോസ്റ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാനേജർ പോസ്റ്റ് എന്താ പറയുക അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എന്തെങ്കിലും ഏത് പൊസിഷൻ ആണെങ്കിലും അല്ലെ വീട്ടുകാർക്കുള്ള ഇഷ്ടംപോലെ ബെറ്ററായിട്ടുള്ള വർക്കുകളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ അവരെ കൃത്യമായിട്ട് തന്നെ ആ വർക്കുകൾ ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് വീണ്ടും അവരെ കുറിച്ച് ഫീഡ്ബാക്കിലേക്ക് കൊണ്ടുവരും. അങ്ങനെ എന്താണ് അവർക്ക് ചെയ്ത ഡ്യൂട്ടി ശരിയല്ല മനസ്സിലാക്കുകയും വീണ്ടും നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ വീണ്ടും അവർക്ക് പ്രൊമോഷൻ സാധ്യത കൊടുത്ത് ഇച്ചിരി മേലെയുള്ള പോസ്റ്റിലേക്ക് അപ്പോയിന്റ്. ഡിമോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഡൗൺ ഓഫ് ദ സ്റ്റാറ്റസ്. ആ ഒരു സ്റ്റാറ്റസിൽ നിന്നും അല്ലെ പൊസിഷനിൽ നിന്നും അവരെ താഴ്ത്തി കൊണ്ടുവരികയാണ്. സാലറി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ എംപ്ലോയി അവർക്ക് അതിനോടനുസരിച്ചിട്ട് എന്താണ് അവരുടെ സാലറിയിലും അല്ലെ താഴ്മ ഇതുണ്ടാവും. വർക്ക് ചെയ്യാൻ സാലറി കമ്പനിയിലായിരിക്കും പിന്നീട് കിട്ടുന്നത്. പിന്നെ റെസ്പോൺസിബിലിറ്റി കയ്യിലും ഉത്തരവാദിത്തങ്ങളിലും താഴേക്ക് വരെയുള്ള കാര്യമാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഡിമോഷൻ ക്ലിയർ ആണോ? ഡിമോഷൻ ഓക്കെ ആയോ? വായിച്ചില്ല. ഇനി എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്? പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് മെയിൻലി ആസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. Personality testing and assessment are designed to measure the characteristics and pattern of traits that people show across various situations. അതായത് വ്യത്യസ്ത സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അവരുടെ പെരുമാറ്റ രീതിയിൽ അല്ലെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റ രീതി നമുക്ക് ചിലപ്പോൾ അറിയാം. ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ അവരെ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചില പേഴ്സൺസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് നല്ല ഹാവായിട്ടുള്ള അല്ലെങ്കിൽ മെന്റലി ഡിസപ്പോയിന്റ് ആയിട്ടുള്ള പേഷ്യൻസോ അല്ലെങ്കിൽ എന്താണ് അവരോട് ഒട്ടും പ്രതികരിക്കാത്ത പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവരോട് പ്രതികരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അല്ലെ മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടതൊക്കെ വരുമ്പോൾ. അല്ലെങ്കിൽ ഭയങ്കര അപ്സെറ്റ് മൈൻഡ് ഒക്കെ ഉള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവരോടും മിങ്കിൾ ചെയ്തിട്ട് വേണം ഈ മെഡിസിൻസ് ഒക്കെ അവർക്ക് കൊടുക്കാൻ. അപ്പൊ അവരുടെ ചില ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ ആദ്യം തന്നെ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ അവര് ചെയ്യുന്ന ബിഹേവിയർ അവര് ചെയ്യുന്ന പെരുമാറ്റ രീതി മനസ്സിലാക്കിയിട്ട് ഓക്കെ ഇവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന പേഴ്സൺ ആണോ എന്ന് വിധേയമായിട്ട് നടത്തുന്നതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇപ്പം മെയിൻലി അസസ് വിലയിരുത്തുന്ന ഹ്യൂമൻ പേഴ്സണാലിറ്റി ഓരോ വ്യക്തിയുടെയും ഓരോ വ്യക്തിപരമായിട്ടുള്ള പേഴ്സണാലിറ്റിയുള്ള നേച്ചർ വിലയിരുത്തുന്നു. Personality testing and assessment refers to techniques designed to measure the characteristics. അവരുടെ ആ ഒരു സ്വഭാവ സവിശേഷത അതൊക്കെയാണ് ചെയ്യുന്നത്. എന്താണ് people show across various situations. ഓരോ സിറ്റുവേഷൻസും ഉറപ്പ് കൊടുക്കുമ്പോൾ അവരുടെ സ്വഭാവ രീതി അതിന് പ്രതികരിക്കുന്ന രീതി എന്നിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ നൽകുന്ന ഒരു രീതിയാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഓക്കെ, ക്ലിയർ ആയോ? Personality test. മനസ്സിലായില്ലാന്നുണ്ടോ? വീണ്ടും പറയേണ്ടതുണ്ടോ? പേഴ്സണാലിറ്റി ടെസ്റ്റ് ചോദിച്ചിട്ട് ആൻസർ കിട്ടിയില്ല. അപ്പോ ഇനി എന്തെങ്കിലും
നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you, Miss.